ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോരുന്നതിനായിട്ടുള്ള ഷോപ്പിംഗ് ഫസ്റ്റായിട്ട് നടത്തിയത് IKEA എന്നുള്ള ഷോപ്പിംഗാണ്. ഞങ്ങൾ ഏകദേശം UAE പോയി ഒരു മാസമൊക്കെ ആയ ഉടനെ തന്നെ ഞങ്ങൾ IKEA പോയിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫ്ലോട്ടിംഗ് ഷെൽഫ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് IKEA പോയത്. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഷെൽഫ് കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്രാവശ്യമാണ് പോകാൻ പറ്റിയത്. IKEA പ്രൊഡക്ട്സ് എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണല്ലോ. പിന്നെ നമുക്ക് അത്ര താങ്ങാവുന്ന വിലയും തന്നെ ഉള്ളൂ. ഈ ഒരു ഷെൽഫിന് കറക്റ്റ് റേറ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. 30 ദിർഹംസോ അങ്ങനെ എന്തോ ആണ്. ഈ ഒരു ഷെൽഫ് അത്യാവശ്യം വെയിറ്റ് എടുക്കുന്ന സാധനമാണ്. നമുക്ക് കുറേ വെയിറ്റുള്ള സാധനങ്ങൾ ഇതിൻ്റെ മേലെ വെക്കാം. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. പ്ലാന്റ്സൊക്കെ വെക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ്. ഞങ്ങളിതുപോലുള്ള 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 2 ബ്ലാക്കും 2 വൈറ്റും. ഈ ഒരു കറക്റ്റ് സ്ക്വയർ പീസസാണ് ഞങ്ങൾ വാങ്ങിയത്. ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് പല സൈസിലുള്ളതും ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു രണ്ട് ഹൂക്കുണ്ട്. അവിടെയാണ് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്താൽ നമ്മൾ ജസ്റ്റ് അത് വാർത്ത് വെച്ച പോലെ നമുക്ക് തോന്നും. നമ്മളിത് ഡ്രില്ല് ചെയ്താണെന്ന് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് ഫിനിഷിംഗ് ആണ്. അതാണ് IKEA പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രത്യേകതയും തന്നെ. എല്ലാം ഒരു പ്രത്യേക ക്വാളിറ്റി തന്നെ IKEA പ്രൊഡക്ട്സിനുണ്ട്. അങ്ങനെ 4 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ സ്റ്റെയർ കേസിൻ്റെ അവിടെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അതിന് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു സ്പൈസ് കണ്ടെയ്നേഴ്സാണ്. ഒരു 4 എണ്ണം ഉള്ളൊരു സെറ്റാണ്. അതിന് 7 ദിർഹംസ് അങ്ങനെ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്ലാസിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ ഭംഗി കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. നമുക്കിങ്ങനെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരേപോലുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഗ്ലാസിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. നമുക്ക് ഈ കടുക്, ഉലുവ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇങ്ങനെ അധികം റേറ്റൊന്നും ഇല്ലാതായപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ IKEA പ്രൊഡക്ട്സ് ഇങ്ങനെ ഒരു ഇതൊക്കെ ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണിത്. 7 ദിർഹംസേ ഉള്ളൂ. അധികം റേറ്റൊന്നുമില്ല. ചീപ്പ് റേറ്റാണ്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ബൗളാണ്. ഇതിൻ്റെ മറ്റേ കണ്ടെയ്നേഴ്സ് വാങ്ങിയെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും ഭംഗി കണ്ട് വാങ്ങിയതാണ്. ഇതും ഇതിൻ്റെ കൂടെ ഒരു സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീലിനേക്കാളും കുറച്ചുകൂടി ഭംഗി തോന്നിയത് ഈ ഒരു സാധനമാണ്. നല്ല വിലക്കുറവാണ്. 7 ദിർഹംസേ ഇതിനുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിലോ റൈസ് ചോറുണ്ടാക്കിയാൽ അത് ഫുള്ളും ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ട്. കണ്ടാൽ പറയില്ല അത്രയും സാധനം കൊള്ളുന്നുണ്ട് എന്നുള്ളത്. ഗ്ലാസിൻ്റെ ബൗളും നല്ല ഭംഗിയുള്ള കാണാൻ. ടേബിളിലൊക്കെ ഇങ്ങനെ ചോറൊക്കെ വിളമ്പി ഇങ്ങനെ വെക്കുമ്പോൾ പ്രത്യേക ഒരു ലുക്ക് തന്നെയാണിത്. 1 കിലോ റൈസ് നമുക്ക് ഒറ്റയടിക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. വാങ്ങിച്ചത് ഇതുപോലുള്ള ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ്. നമുക്ക് ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കണ്ടെയ്നർ. ഞങ്ങൾ കുറേ ഇങ്ങനെ നോക്കണം. ഹസ്ബൻഡിന് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഷോപ്പിൽ നോക്കി. അപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ളതൊന്നും കണ്ടില്ല. ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ചൂടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെ വേണ്ടേ. അപ്പോൾ ഞങ്ങൾ പിന്നെ IKEA നോക്കിയപ്പോൾ നല്ല സാധനം കിട്ടി. ഇതിന് 12 ദിർഹംസാണുള്ളത്. അത്യാവശ്യം നല്ല സാധനമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ചൂടാറാതെ തന്നെ അത്യാവശ്യം ചൂടിലൊക്കെ തന്നെ ഫുഡ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ പ്രൊഡക്ട്സൊക്കെ വാങ്ങുമ്പോൾ എന്തുകൊണ്ടും കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം. കുറച്ച് പൈസ കൊടുത്താലും വേണ്ടിയില്ല, കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങുന്നതാണ് നല്ലത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നെ സംബന്ധിച്ച് IKEA തന്നെയാണ്. IKEA പ്രോഡക്റ്റ് നമുക്കിത് ഓവനിലൊക്കെ ബേക്ക് ചെയ്യാനും ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടിലൊക്കെ ഇതിൽ നിൽക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായി ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ക്ലിപ്പാണ്. നമ്മൾ കവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റിയ ക്ലിപ്പാണ്. ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് മോംടാസ്റ്റിക് ബൈ ഷംസീർ അവരുടെ വ്ളോഗിലാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്, ഈ ഒരു ക്ലിപ്പ്. അന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഞാൻ. അപ്പം ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇതായപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ഇതിന് എത്ര റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബാക്കി വന്ന നമ്മൾ പൊട്ടിച്ച് ഇതാക്കിയ കവറുകളൊക്കെ ഉണ്ടല്ലോ, ഈ സാമ്പാർ പൊടി, ആട്ടപ്പൊടി, അങ്ങനത്തെയൊക്കെ ഇങ്ങനെ, പിന്നെ കവർ നമ്മൾ റബ്ബർ ഇട്ടാണല്ലോ കെട്ടില്ലേ, അതിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായ സാധനമാണ്. അതുപോലെ നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകാരം, എനിക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ട് ഈ ഒരു സാധനം. ഇങ്ങനത്തെ ഇതിൽ 10 എണ്ണം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്രയെന്നുള്ളത്. നല്ലൊരു ഹെൽപ്പുള്ളൊരു സാധനമാണ്. ഞങ്ങൾ 3 മാസത്തെ വിസിറ്റിങ്ങിനായിരുന്നു പോയിരുന്നത്. അപ്പോൾ കുറഞ്ഞ കാലമല്ലേ അപ്പോൾ നമ്മളിവിടെ നിൽക്കുള്ളൂ. അപ്പോൾ കുറഞ്ഞ പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ ഈ ഒരു ക്ലിപ്പ് നല്ല ഹെൽപ്പായിട്ടുണ്ട്. ചെറിയ കവറുകൾ എന്തായാലും ഉണ്ടാവില്ല, നമ്മൾ ഈ ഷോപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ബാലൻസ് വരുന്ന കവറുകളൊക്കെ, അതൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നല്ല ഹെൽപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വാങ്ങിയത് ഈ ഒരു സ്കാർഫ് ഹാങ് ചെയ്യുന്ന ഒരു ഹാങ്ങറാണ്. ഞാൻ അവിടെ ഇങ്ങനെ കുറേ തിരഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് എന്നുള്ള കുറേ വ്ളോഗുകളിൽ കണ്ടിരുന്നു. ഐക്യൻ്റെ സാധനം ആകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവുമല്ലോ. ഇതിന് 12 ദിർഹംസാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നമുക്കിങ്ങനെ ഷോളുകളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പെട്ടെന്ന് കേടുവരാത്ത ഒരു ഐറ്റമാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ലൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മെയിനായിട്ട് ഇത് വാങ്ങിക്കാനുള്ള കാരണം നമ്മൾ ഈ ഹിജാബുകളൊക്കെ നല്ല വൃത്തിക്ക് മടക്കി വെക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് തന്നെ അത്യാവശ്യം ഒരു 10-12 ഹിജാബുകളൊക്കെ നമുക്ക് ഒരേ സമയത്തിൽ ഇതുപോലെ വൃത്തിക്ക് മടക്കി വെക്കാൻ പറ്റും. നമുക്കിങ്ങനെ അൽമാരയിൽ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ കുറേ സ്പേസ് പോകുമല്ലോ. ഇതൊരു ഇങ്ങനെ ഒരുപാട് ഇതിങ്ങനെ മടക്കി വെക്കുമ്പോൾ നല്ല സ്പേസും കിട്ടും ചെയ്യും, നല്ല വൃത്തിയായി നിൽക്കുകയും ചെയ്യും. നമുക്ക് എടുക്കാനും ഇതിനൊക്കെ സുഖമാണല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ IKEA നിന്ന് വാങ്ങിച്ചത്. ഒരു 6 സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിന് തന്നെ ഒരു 100 സംതിങ് ദിർഹംസ് ആയിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഷോപ്പിംഗ് വേണമെങ്കിൽ പറയാം. അതിൽ കൂടുതലൊന്നും വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല, ഒരുപാട് സ്പേസ് നടക്കാനുള്ളതുകൊണ്ട് മക്കളെയും കൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു IKEAയിൽ ഒന്ന് പോകാമെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് സഹായിച്ചു. നമ്മൾ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ IKEAൻ്റെ ഷോപ്പിംഗ്. മെയിനായിട്ട് ഷംസീറാൻ്റെ വ്ളോഗിലാണ് ഞാൻ IKEAൻ്റെ പ്രൊഡക്ട്സ് ഒരുപാട് കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ആഗ്രഹിച്ച് നടന്ന് ഏതായാലും അവിടെ പോകാൻ പറ്റി. അവിടെ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് തള്ളിപ്പോവും. നമുക്ക് പുതിയ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇതിനു മുമ്പായിട്ട് ഇങ്ങോട്ട് വരുന്നത് നല്ല നന്നായിരിക്കും. നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ല. അത് വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് ഓരോ കാര്യങ്ങളും. വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ പ്രൊഡക്ട്സിനൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ വലിയ സാധനങ്ങൾക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാൻ ചെടികളും ഇതൊക്കെ നോക്കി, അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ പ്രൊഡക്ട്സുകൾക്കാണ് നമുക്ക് IKEA കുറച്ചുകൂടി ചീപ്പായിട്ട് വാങ്ങിക്കാൻ നല്ലത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആവും തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ IKEA ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.